സൈബർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുജീബ് ലണ്ടൻ. കാന്തപുരത്തിന്റെ ലീലാവിലാസങ്ങളുടെ നിരവധി ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുവെങ്കിലും നാസർ സഖാഫി പടിഞ്ഞാറത്തറയുടെ വെല്ലുവിളി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. വാർത്തകൾ വിശദമായി. സോഷ്യൽ മീഡിയയിൽ കാന്തപുരത്തിന്റെ ലീലാവിലാസങ്ങളുടെ നിരവധി ക്ലിപ്പുകൾ പ്രചരിക്കുന്നുവെങ്കിലും നാസർ സഖാഫി പടിഞ്ഞാറത്തറയുടെ വെല്ലുവിളി വിഘടിത വിഭാഗത്തിലെ ഓൺലൈൻ മുഫ്തിമാർക്ക് പോലും തലവേദനയാവുകയാണ്. കാന്തപുരത്തിന്റെ കൂടെയുണ്ടായപ്പോൾ തനിക്കുണ്ടായ അനുഭവം തന്റെ സുഹൃത്തിനും അവരുടെ സുഹൃത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നും അവരുടെ അടുത്തേക്ക് വിഘടിത വിഭാഗക്കാരെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണെന്നും എവിടെയും തന്റെ അനുഭവം സത്യം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ച സഖാഫി, ഇത് കളവാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കാന്തപുരത്തെ വെല്ലുവിളിക്കുകയും ഏത് കോടതിയിൽ വന്നു പറയാനും ഞാൻ തയ്യാറാണെന്നും നുണ പരിശോധനയ്ക്ക് പോലും തയ്യാറാണെന്നും സഖാഫി പറഞ്ഞു. സഖാഫിയുടെ വാക്കുകളിലേക്ക്. ഞാൻ വരാൻ തയ്യാറാണ്. ഇയാൾ ചെയ്ത ആ സംഭവം എന്താന്നുള്ളത് വാക്കുണെ പറഞ്ഞ സംഭവം എന്താന്നുള്ളത് അവിടെ വെച്ചിട്ട് മഹാനെ സാക്ഷി നിർത്തിയിട്ട് വിശുദ്ധ ഖുർആൻ കൈപ്പൊഴിച്ചിട്ട് എന്റെ ഈമാൻ സാക്ഷിയായിട്ട് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. ഇയാൾ ദീനിന്റെ അമരത്തിരിക്കാൻ ഒരിക്കലും കണ്ണീർ ഉസ്താദിനും ശംസുലക്കും ചെയ്യാൻ സാധിക്കാത്തത് ദീനിന് വേണ്ടി ചെയ്യാൻ കാന്തപുരത്തിന് കഴിയില്ല. സ്വന്തം നഫ്സ് വ്യക്തിശുദ്ധിയില്ലാത്ത ആള് പിന്നെങ്ങനെയാ സമുദായത്തെ സേവിക്കുക? അയാൾ കാരുണ്യപ്രവർത്തനം നടത്തുന്നുണ്ട്, അത് അനാഥകളെ സംരക്ഷിക്കുന്നുണ്ട്, അഗതികളെ സംരക്ഷിക്കുന്നുണ്ട്, അത് അമ്മയും ചെയ്യുന്നുണ്ട്. അത് അമ്മ സ്വർഗത്തിലാണോ? അത് അമ്മയും ചെയ്യുന്നുണ്ട്. ഏതമ്മ? ഞങ്ങളുടെ നാട്ടിലെ മാതാ അവർന്നാനന്ദമായി ദേവി കൊല്ലത്ത് ജനിച്ച ആ അമ്മയും ചെയ്യുന്നുണ്ട്. സത്യസായി ബാബ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ആളുകളും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. സ്കൂളുകൾ ഉണ്ടാക്കുന്നുണ്ട്, മദ്രസകൾ ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത തൊഴിലുകൾക്കല്ലോ. ഇപ്പൊ മമ്പർ മക്കാമിന് മുമ്പിൽ പോലും വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മടപോലെ ഇങ്ങനെ തുടങ്ങി. ഞാൻ പറയുന്നു, നിങ്ങളെ ഇവിടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നവർ ആ സഖാഫി പറയുന്നത് കളവാണെങ്കിൽ ഒന്നെങ്കിൽ ഈ വിഷയത്തിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എനിക്കല്ല കേസ് കൊടുക്കട്ടെ. ഞാൻ കേവലം ഒന്നിനും പറ്റാത്ത അല്ലേ ഞാൻ പറയുന്നു 2002 ഡിസംബർ 22 ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവ് പടിഞ്ഞാറുനിന്ന് ഉസ്താദിന്റെ കൂടെ കാറിൽ യാത്ര തിരിച്ച് ലക്കിടിയിൽ നിന്ന് താമരശ്ശേരി വരെ ഉള്ള ആ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവം പച്ചയായി പറയാൻ ഞാൻ തയ്യാറാണ്. സംഭവം വളരെ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നതുകൊണ്ട് ആ സംഭവം നിങ്ങളെ വിളിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഈ സംഭവത്തിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ ഈ കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ അവർ പറയുന്ന മഹാരഥനായ പണ്ഡിതനാണെങ്കിൽ അയാൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്ന സ്വന്തക്കാർ തയ്യാറാണ്. കേസ് കൊടുക്കട്ടെ. ഞങ്ങളുടെ നേതാവിനെ അപകീർത്തിക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് കേസ് കൊടുക്കട്ടെ. ഞാൻ കോടതിയിൽ പറയാം, പോലീസിന് മുമ്പിൽ പറയാം. ഇനി എന്നെ നുണപരിശോധന വിധേയമാക്കട്ടെ. എന്റെ ഹൃദയം പറയും, എന്റെ ശരീരം പറയും. എനിക്കൊരു സംശയമില്ല. ഉറപ്പിച്ചു പറയുന്നു, അയാൾക്ക് കാരുണ്യപ്രവർത്തനം നടത്താം. പക്ഷേ ദീനിനെ സംരക്ഷിക്കാൻ അയാൾ അർഹനല്ല. മാത്രമല്ല, ഇപ്പോഴും സംഘടനക്കകത്തുള്ള എന്നോട് ഈ അടുത്തൊരു സഖാഫി, അയാളുടെ പേര് പറയുന്നില്ല, അയാൾ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും വലിയ സത്യമായി ജോലി ചെയ്യാണ്. അയാളോട് ഞാൻ പോയി റൂമിൽ കയറ്റുന്ന അയാൾ നിൽക്കുന്ന മഹലിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സഖാഫിയെ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവില്ല. അതെന്തെങ്കിലും അങ്ങനെ പറയാൻ കാരണമല്ല, ഞാൻ സംഘടന മാറിയ ആളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു വെറുപ്പുണ്ടാവും. പക്ഷെ അതിന്റെ സംഭവം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചതാണ്. ഞാൻ ആ വിഷയം വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, സഖാഫി ബാക്കി പറയണ്ട, എന്നെയും ഉസ്താദ് വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല, എന്റെ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എസ്എസ്എഫ്ആർ ഈ വിഷയത്തിൽ വെല്ലുവിളിക്കുന്നു. അവരെന്നെ ഫോൺ ചെയ്താൽ ആ സഖാഫിന്റെ റൂമിൽ ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. നിങ്ങളുടെ കൂടുതൽ ഇപ്പോൾ അയാളുള്ളത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി